ഹായ്, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് ഇന്ന് ലീവല്ലേ താന്നൂർ പോയാലോന്ന്. ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം മാറ്റി ഇറങ്ങി താന്നൂരേക്ക്. താന്നൂർ ഏട്ടൻ്റെ വീടാണ്. ഞാനും കണ്ണനും KSRTC ബസ്സിലാണ് വന്നത്. അപ്പൂസും ഏട്ടനും പിന്നെ നമ്മളെ ബൈക്കിലും. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെയിലും കൊണ്ട് നിൽക്കണ്ടല്ലോ വിചാരിച്ച് ഞാനും വാവയും കൂടെ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂൾ ബാറിൽ കയറി. അപ്പം ഇപ്പോഴൊക്കെ വലിയ മൂഡൊന്നുമില്ല, കാരണം ബസ്സിലൊക്കെ ഉറങ്ങി വന്നതിനെ കൊണ്ടുള്ള ആ ഒരു ഇതായിരുന്നു. പിന്നെ ഞങ്ങളൊരു ലൈം ഓർഡർ ചെയ്ത് കുടിച്ചു. അപ്പോഴേക്ക് ഏട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ കുറച്ച് ഫ്രൂട്ട്സും അവിടുന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു. ആ വീഡിയോസൊന്നും ഇതിൽ കവർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇതാണ് ഞങ്ങളെ നാട് താനൂർ, കുറച്ച് വില്ലേജ് ഭാഗമാണ്. ഇതാ ഞങ്ങളെ വീടെത്തി. കഴിഞ്ഞ വിഷുവിന് ഇവിടെ വന്നതാ, പിന്നെ അതിന് ശേഷം ഇത് ഇപ്പോഴാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇടയ്ക്ക് അമ്മ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ അതിനോട് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് മോന് സ്കൂളും കാര്യമൊക്കെ ഉള്ളതിനെ കൊണ്ട് ഇങ്ങ് വരാറില്ല. പിന്നെ പെട്ടെന്ന് തോന്നിയപ്പോൾ ഇങ്ങോട്ട് ഇന്ന് പോകുന്നതേ ഉള്ളൂ. ഞങ്ങളെ കൃഷ്ണനെ കാണാൻ നല്ല ഭംഗിയാണ് ഇതിനെ. ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങാൻ വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല. ഡ്രസ്സ് മാറ്റി വന്നത് ഏട്ടൻ്റെ കയ്യിൽ തൂമ്പയെടുത്ത് അമ്മ കൊടുത്തു, പറമ്പ് ഒന്ന് വൃത്തിയാക്കാൻ. എപ്പോഴെങ്കിലും കിട്ടുന്ന മകനല്ലേ. അപ്പോൾ കാര്യമായിട്ട് ഏട്ടന് കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഏട്ടൻ വേഗം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തു. ഇതാണ് ഞങ്ങളെ നാട്ടിലെ കാഴ്ചകൾ കാണിച്ചു തരാം കുറച്ച്. ഞങ്ങളെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അമ്പലമുണ്ട്. ആ അമ്പലം മാസത്തിൽ ഒരു പ്രാവശ്യമേ നട തുറക്കുകയുള്ളൂ. പിന്നെ ഇതാ ഞങ്ങളെ വീട്ടിലുണ്ടായ പച്ചമുളകാണിത്. പിന്നെ ഇതാ ഇത് റോബസ്റ്റാന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും പിന്നെ ലഞ്ചിൻ്റെ സമയപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഭക്ഷണം കഴിച്ചതും മക്കൾ രണ്ടുപേരും കുറച്ച് നേരം ഉറങ്ങി. പിന്നെ ചായ കുടിച്ചത് ഞങ്ങളിങ്ങ് ഇറങ്ങി. കണ്ണൻ്റെ പിറന്നാളിന് വരാൻ പറ്റാത്തതുകൊണ്ട് ഏട്ടൻ്റെ പാപ്പനൊരു സമ്മാനം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അൺബോക്സിങ് പിന്നെ ചെയ്യാം. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വന്നു. രാത്രി ആയിരിക്കണം വീട്ടിലെത്താൻ.